ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോനൊരു തെറ്റ് ചെയ്താൽ ഞാനത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാനത് സിസ്റ്റർ ഇപ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പല കാര്യങ്ങളും സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ അനുവാദമില്ലാതെ ആ ലേഡി, ആ പേജ് നടത്തുന്ന ആ ലേഡി അവരെന്ത് ചെയ്തു? അവരത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വോയിസ് അടക്കം എന്റെ അഡ്വക്കേറ്റിനും അതുപോലെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ എയറിലാണ്, എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എന്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും അറിഞ്ഞിരിക്കും. പിന്നെ പലരും എന്നെ അൺസബ് ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഞാൻ വേട്ടാവിളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിന്റെ കയ്യിൽ നിന്ന്, രേണുവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞാൻ കിച്ചുവിനെ അടിച്ചു താക്കുകയാണ് എന്ന രീതിയിലൊക്കെ പലരും പറയുന്നു. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളാണ് ആൾക്കാർ വിളിച്ചു പറയുന്നത്. ഞാൻ പൊട്ടിക്കും എന്ന് പറയുന്നത് നീ എന്താണ് പൊട്ടിക്കാത്ത എന്ന രീതിയിലും പലരും ചോദിക്കുന്നു. അപ്പോ സത്യം വിളിച്ചു പറയുന്നവർക്ക് ഇതുപോലെ ഹേറ്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, നിങ്ങൾ പറഞ്ഞതിനോട് ഒരു തെറ്റും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യം എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ബോധിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. പിന്നെ കുറെ പേര് എന്നെ അൺസബ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നെ ഇഷ്ടമല്ല, ഞാൻ എന്താ പറയുന്നത്, എന്തോ ദ്രോഹം ചെയ്ത പോലെയൊക്കെയാണ് ആൾക്കാർ എന്നോട് പെരുമാറുന്നത്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ അൺസബ് ചെയ്ത് പോവുകയാണെങ്കിൽ പൊക്കൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാതെ പോകാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. പക്ഷേ തെറ്റിനെ ന്യായീകരിക്കാൻ ഞാനില്ല. രേണു തെറ്റ് ചെയ്തപ്പോഴും രേണുവിനെതിരെ ശക്തമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. രേണുവിനെ ഒരിക്കലും ഞാൻ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. കാരണം അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ അസുഖത്തിന്റെ അവസ്ഥ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ നമ്മൾ കൂടുതലായിട്ട് വിമർശിക്കാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന്. ഓക്കെ, അതാണ് ഇതിന്റെ അകത്തെ ഒരു സത്യം. പിന്നെ കിച്ചു ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. അത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് അത് പറയുന്നത്. ഇത് എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞു കഴിയുമ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയണം. എന്തായാലും ഈ പറയുന്ന ആൾക്കാർ, എന്റെ വീഡിയോ കാണുന്ന കുറെ പേര് കുറച്ച് കമന്റ് ഇട്ടിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ബിഷപ്പിന്റെ ഒരു വോയിസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരാള് ബിഷപ്പിനോട് സംസാരിച്ചിട്ട് ആ വോയിസ് എടുത്ത് എന്താ പറയുക, സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ കൈ കൊടുത്തിട്ട് അത് ഇടിയിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. അത് മാത്രമല്ല, എന്റെ കാര്യം നിങ്ങൾ കേൾക്കണം. അങ്ങനെ എന്താ പറയുക, എന്റെ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് എന്നെ കുറിച്ച് പറയുന്നതല്ല. എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കും. ആദ്യം ഒരു കമന്റ്, അനീഷിന്റെ ബ്ലോഗ് ഇനി കാണില്ല, ഞാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ രാജ് ടോക്സിന്റെ ഒക്കെ വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇട്ടിരിക്കുന്നു. പിന്നെ അടുത്തൊരെണ്ണം, അനീഷ് അച്ഛനെ വെളുപ്പിക്കാൻ ചെയ്ത വീഡിയോ ആണ്, അത് അനീഷിന് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. അവന്റെ ചാനൽ ആരും കാണരുത്, റീച്ചിന് വേണ്ടി. ഞാൻ റീച്ചിന് വേണ്ടിയാണെന്ന്. കൊള്ളാം, ഇത് തന്നെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പറയണം. ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു ആ വീഡിയോ കണ്ടപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത കമന്റ് ആണ്, ബിഷപ്പിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ ഇതൊക്കെ നിങ്ങൾ കേട്ടോണം. അതായത് അമ്മമാരൊക്കെ ഇടുന്ന കമന്റുകളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർ പറയുകയാണ്, അറിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. തെറ്റു തിരുത്താൻ അമ്മയും അച്ഛനും ഇല്ലല്ലോ. കിച്ചു എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല. കിച്ചു മോനെ നന്നായി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ എൻ്റെ കണ്ണിൽ ശ്രദ്ധിക്കുവാൻ ഇടയായി. അപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. കിച്ചു എന്ത് തെറ്റ് ചെയ്താലും അതിനെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അതൊന്നും ഒരു കുഴപ്പമില്ല, അത് അറിവില്ലാത്ത സമയത്ത് ചെയ്തതല്ലേ എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 4 പേരെ തീർത്ത അഫാൻ, അവൻ നല്ല വ്യക്തിയല്ലേ? അവന് നല്ല പേരന്റിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയ നല്ലൊരു മനുഷ്യനല്ലേ? അച്ഛനും അമ്മയും ഏതാണ്ട് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള അവന്റെ അനിയൻ സഹിതം അവൻ തീർത്തു കളഞ്ഞു. ഓക്കെ, അവൻ ഈ പറയുന്ന മയക്കുമരുന്നൊന്നും അടിച്ചവനൊന്നും അല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അവന് കിട്ടിയത് നല്ല പേരന്റിങ് അല്ലേ? ഇവിടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കിച്ചുവിന് നല്ല പേരന്റിങ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്നാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന അഫാൻ നല്ല പേരന്റിങ് കിട്ടിയിട്ടും അവൻ അത് ചെയ്തു. അപ്പൊ അവൻ ആ ചെയ്ത കാര്യം നല്ല കാര്യമാണെന്ന് നിങ്ങൾ എന്ത് പറയണം, അംഗീകരിക്കണം. അപ്പൊ തെറ്റുകളെ അവന്റെ അറിവില്ലായ്മയിൽ ചെയ്തതല്ലേ? അവന്റെ ഇപ്പൊ കിച്ചുവിന്റെ ആ പ്രായത്തിൽ തന്നെ അവനും ചെയ്തതാ. പിന്നെ അതുപോലെ തന്നെ ഗ്രീഷ്മ കഷായം, ആ ചെറുക്കനെ തീർത്തില്ലേ, ഷാരോണിനെ, അതായത് കീടനാശിനിയൊക്കെ ജ്യൂസിൽ കലക്കി കൊടുത്തു. അതെന്തായിരുന്നു? അതും അവളെന്താ പറയുന്നത്, ജീവിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് അവിടെ വക്കീലും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവൾ ചെയ്തതും തെറ്റല്ല, അവൾ ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവൾ ചെയ്തത് എന്താണ്? നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അവളെ നിങ്ങൾ തെറ്റുകാരി അല്ല എന്ന് പറയണം. അത് മാത്രമല്ല, ഒരു പയ്യനെ കുറെ കൂട്ടുകാർ ചേർന്ന്
നഞ്ചക്ക് വെച്ച് അടിച്ച് തീർത്തില്ലേ? അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യണം. കാരണം ഇത് കിച്ചുവിന് മാത്രമല്ല ഈ ഒരു സംഭവം ഉള്ളത്. ഈ പിള്ളേരെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്ലോറിഫൈ ചെയ്യുകയും അവരുടെ തെറ്റുകൾ തെറ്റല്ലെന്ന് നിങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും വേണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയുന്നവരാണ് എന്ത് പറയുക, സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്തു പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് കാണിക്കുന്ന കാര്യം ശരിയല്ല. ഇവിടെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, പിന്നെ ഷഫീന മേഡം പറയുന്നത്. അതായത് എന്താണ് ഈ പറയുന്ന ഹെലൻ ഓഫ് വാർത്ത, പുള്ളിക്കാരി ബിയർ അടിച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത സമയത്ത് പെറ്റി കേസ് അടിച്ചു കൊടുത്തല്ലോ. അപ്പൊ അതിനെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഹെലൻ ഓഫ് വാർത്ത വന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ഇതുപോലെ ഞാനൊരു ബിയർ അടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു, അത് തെറ്റാണ്, ഞാനിനി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി മാപ്പ് പറഞ്ഞു. ആ മാപ്പിനെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കിച്ചു ചെയ്തത് മാത്രം എന്താണ്? നല്ലതാണ്. കിച്ചു ചെയ്തത് ഒരു തെറ്റുമല്ല. കിച്ചു പിന്നെ എന്താ പറയുക, മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിലോ കിച്ചു വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിലോ അതൊന്നും ഒരു കുഴപ്പവുമല്ല. കിച്ചു ചെയ്ത തെറ്റുകളൊന്നും തെറ്റല്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവിടെ ഹെലൻ ഓഫ് വാർത്ത ചെയ്തത് തെറ്റാണ്. പിന്നെ ഈ പറയുന്ന ഗോവിന്ദസ്വാമി, അവനും നല്ല പേരന്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, അവൻ ചെയ്ത തെറ്റോ? അപ്പം അത് ന്യായീകരിക്കാം നമുക്കല്ലേ? ന്യായീകരിക്കാം. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അവൻ അന്ന് ചെയ്ത തെറ്റ് ഒക്കെ അവൻ വിട്ടിട്ട് ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന്. ഈ ഗ്രീഷ്മ കഷായം പുള്ളിക്കാരി അന്ന് ആ ഒരു സംഭവമൊക്കെ നടത്തിയിട്ട് അവള് സുഖമായിട്ട് ജീവിച്ചു പോയി. കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് അവളെ പിടിച്ചത്. എടാ, നല്ല പേരന്റിങ് അല്ല, അന്ന് അവൻ അങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണെന്ന് പറയുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ ഈ ഗ്രീഷ്മ കഷായം അന്ന് ഇതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം അവൾ നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുക. അന്നേരമാണ് ഇവളെ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇവിടെ ഈ പറയുന്ന കിച്ചു അന്ന് ഈ പറയുന്ന പോലെ ഈ തോന്നിവാസമൊക്കെ കാണിച്ച് നടന്നെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. തോന്നിവാസം ഒന്നും നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? ഒരു പെറ്റി കേസ്, അതായത് വണ്ടി പിടിച്ചു വെച്ചിരിക്കുന്നത്, വണ്ടി വിട്ടു കൊടുക്കുന്നില്ല, അതാണ് ഇത്ര വലിയ കാര്യം, ഇതാണ് ബോംബ് എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതൊന്നും അല്ല കാര്യം. ഓക്കെ, അതൊക്കെ അതിൻ്റെ അകത്ത് വെറും ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോ ചോദിക്കും, അപ്പൊ അറിയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ പലരും പറയുന്നുണ്ട് ഒരു വെള്ളം അടിച്ച് കാണും, ക്രിസ്മസിന്റെ രാത്രിയിൽ ഒരു വെള്ളം അടിച്ച് കാണും, അതിനായിരിക്കും പിടിച്ചിരിക്കുന്നത്, ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. കുറെ അമ്മമാരൊക്കെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അമ്മ ബിഷപ്പിനെ വിളിച്ചിട്ട് ഈ പറയുന്ന പുള്ളിക്കാരി എന്താണ് ബിഷപ്പിനോട് സംസാരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്തതിനു ശേഷം ബ്ലോഗർമാർക്ക് അയച്ചു കൊടുത്തു. ആ ബ്ലോഗർമാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരത് വെച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അവരതിൻ്റെ അകത്ത് പറയുന്നത് ഇതാണ്, ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റത്തുള്ളൂ, അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അച്ഛന് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. ഇവിടെ പലരും ചോദിക്കുന്നത്, അനീഷ് ചെറുപ്പത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ വെച്ചുകൊണ്ട് എന്നെ കമ്പാരിസൺ ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇതിനെ ന്യായീകരിക്കുമോ? ന്യായീകരിക്കുന്നുണ്ട്, എൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം പുറത്തു വരുമ്പോൾ നിങ്ങൾ പറയണം നല്ല പേരന്റിങ്ങിന്റെ കുഴപ്പമല്ല എന്നുള്ളത്. പിന്നെ പലരും രേണുവിനെ പറയുന്നുണ്ട്, രേണു എന്ന് പറയുക അങ്ങനെയൊക്കെ നടന്നത് ആരും കണ്ടില്ലായിരുന്നു എന്നൊക്കെ. രേണു അങ്ങനെ നടന്നതിനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ കിച്ചു കാണിച്ച ഒരു കാര്യം, അതുമൂലം ആ വീട്ടിൽ സംഭവിച്ച കാര്യം, ആ നാട്ടിൽ സംഭവിച്ച കാര്യമൊക്കെ എന്താ പറയുക, ഇപ്പൊ ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറയാതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ എന്റെ മണ്ടയിൽ കയറുന്നത്. എടാ, അത് തക്ക സമയമാകുമ്പോൾ ആ തക്ക സമയത്ത് അത് വരും. പിന്നെ എല്ലാവരോടും കൂടിക്കൊണ്ട് എന്നെ ഏറെ കയറ്റാനായിട്ട് നോക്കണ്ട. പിന്നെ ഞാൻ എന്താ പറയുക, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ വിളിച്ച് പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറയും. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ ഒരു വോയിസ് ഇങ്ങനെ പരന്നതിനോട് കൂടി തന്നെ ബിഷപ്പ് ഒരു കാര്യം ഇതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ടു. വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ പിന്നെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ടു കാണും, സോഷ്യൽ മീഡിയ വന്നേക്കുന്നത് എല്ലാവരും പറയുക പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്തോ പറയാനിരിക്കുന്നു, ഇപ്പൊ പൊട്ടിക്കുന്ന സംഭവം എന്താണെന്ന് നടന്നവർക്കും പിന്നെ ആ കാര്യങ്ങൾ എന്തൊക്കെ ഏർപ്പാടുകൾ നടന്നിരിക്കുന്നതെന്നുള്ളതും ഒക്കെ പിന്നെ പബ്ലിക്കിന് മുമ്പിൽ പറയേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അവരത് പറയുക തന്നെ ചെയ്യും. അതിനെതിരെ നടപടികളും ഉണ്ടാവുമല്ലോ. അത് പൊട്ടിക്കും എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടുകാർക്ക് അറിയാമല്ലോ. സമൂഹത്തിൽ പലർക്കും ഈ സംഭവങ്ങൾ അറിയാവുന്നതാണ്. ഞാനെന്തിനാ പറയേണ്ട ആവശ്യം? പിന്നെ അതുപോലെ ഇന്നലെ ഒരു സഹോദരി ഏതോ ഒരു സ്ഥലത്തു നിന്ന് ഒരു ലേഡി എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് അവരെന്നോട് വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, കോള് റെക്കോർഡ് ചെയ്തു. എൻ്റെ അനുവാദമില്ലാതെ ആ പേജ് നടത്തുന്ന ആ ലേഡി അവരെന്ത് ചെയ്തു, അവരത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു.
അപ്പോൾ ഞാൻ ഈ വോയിസ് അടക്കം എൻ്റെ അഡ്വക്കേറ്റിനും അതുപോലെ അവരുടെ പേജിന്റെ ഡീറ്റെയിൽസും എല്ലാം എടുത്ത് അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അവർ വക്കീൽ ഇപ്പോൾ ഉടൻ തന്നെ സൈബർ സെല്ലിലേക്ക് അതിന് നടപടി. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോയോ അവരുടെ വോയിസോ കൊടുക്കുക എന്നുള്ളത് കർശനമായ നിയമത്തിന് ലംഘിക്കുന്ന കാര്യം തന്നെയാണ്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ അപമാനപ്പെടുത്തുന്ന ഏത് വ്ളോഗർമാരാണോ അവർക്കെതിരെ കർശന നടപടിയുമായിട്ട് എൻ്റെ പെർമിഷൻ വേണം. എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ അപമാനിക്കുമ്പോൾ എന്തിനു വേണ്ടി എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു, എന്തിനു വേണ്ടി എന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വോയിസ് എന്തിനു ഒരു പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർക്കെതിരെ സൈബർ സെല്ലിലേക്കും കോടതിയിലേക്ക് പോയിട്ട് എന്താണ് അഡ്വക്കേറ്റിന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടികളുമായിട്ട് ഞാൻ നീങ്ങാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതൊരു ഒരിക്കലും നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരാൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവരതെടുത്ത് സോഷ്യൽ മീഡിയ കൊടുക്കുക? ഞാൻ ഒരിക്കലും അവരൊരു അമ്മയാണ്, ഒരു ലേഡിയാണ്, ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ ലേഡിയോട് സംസാരിച്ചത്. ഒരു മോശമായ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്തിന് ഒരാളുടെ പേഴ്സണൽ സംസാരം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഈ നാട്ടിൽ ആർക്കും ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ ആർക്കും ജീവിക്കണ്ടേ? ഇങ്ങനെ ഇത്രമാത്രം അധപ്പതിച്ചു പോവുകയാണോ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏതാനും ചില സഹോദരങ്ങളായിട്ട് നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും? ഇവർക്കെതിരെ കർശന നടപടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉണ്ടാകണം. ഇപ്പൊ തന്നെ നമുക്ക് ഈ അമ്മ സംഘടനയിൽ തന്നെ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിഷാരടി MLA സംസാരം പുറത്തു പോയിരിക്കുന്ന ഒരു വോയിസ് ഭയങ്കരമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു വോയിസ് ആണ് ആ ഒരു വോയിസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA പിഷാരടിയുടെ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ സംസാരിച്ച് നടപടിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയോടും ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് അപേക്ഷിക്കുവാനും പറയുവാനും നിർദ്ദേശിക്കുവാനുമായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ഈ വിഷയത്തെ വെച്ച് ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്കും പ്രത്യേകമായിട്ടുള്ള പരാതി കൊടുക്കുന്നതുമായിരിക്കും. ഈ എൻ്റെ വോയിസ് എടുത്ത് രഹസ്യമായി എന്നെ സംസാരിച്ചിട്ട് ആ വോയിസ് എടുത്ത് പബ്ലിക്കിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ആ സ്ത്രീയോട് സംസാരിച്ചത്. അപ്പോൾ ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകും. ഉടൻ തന്നെ 2-3 വ്ളോഗർമാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. യാതൊരു സംശയവുമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രേണു ഇത്രയും കാലവും ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങള് അതിനെ ഗ്ലോറിഫൈ ചെയ്യുവാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. രേണു സുധി അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും കുറവശങ്ങളെല്ലാം ദൈവത്തിന്റെ മുൻപാകെ അവർ ക്ഷമ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എന്നോടും അവരുടെ കുടുംബമായിട്ട് അവരും അവരുടെ ഫാമിലിയും രേണു സുധിയും അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഹോദരിയും എല്ലാവരും വന്ന് എന്നോട് ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ രേണു സുധിയോട് ഒരു വൈദികൻ എന്ന രീതിയിലല്ല, ഒരു മിഷണറി ബിഷപ്പ് എന്ന രീതിയിൽ അവരോട് ക്ഷമ കൊടുക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം അവർ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെയും സന്ദർഭം കിട്ടുമ്പോൾ ആ കുടുംബത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതല്ലാതെ രേണു സുധി ഇതിനു മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നല്ലതാണെന്ന് ഞാൻ എവിടെയും ഇതുവരെയും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അവരുടെ ഭാഗത്ത് വന്ന് തെറ്റുകുറ്റങ്ങളെ പൊറുക്കുവാൻ ദൈവത്തിനും കഴിയും. ദൈവമാണ് പാപങ്ങളെ ക്ഷമിക്കുന്നതും തെറ്റുകുറ്റങ്ങളെ പൊറുക്കുന്നതും ദൈവമാണെന്നുള്ളൊരു ചിന്തയിലൂടെ ഞാൻ മുൻപോട്ട് പോകുന്നത്. അല്ലാതെ അവരെ ഗ്ലോറിഫൈ ചെയ്യാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഞാൻ എവിടെയും ശ്രമിച്ചിട്ടുമില്ല. അതിനുവേണ്ടി ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുമില്ല. പിന്നെ പൊതുസമൂഹത്തിൽ എന്നെ വലിച്ചു കയറാൻ ഇട്ടുകൊടുക്കുന്ന യൂട്യൂബേഴ്സിനോടും വ്ളോഗേഴ്സിനോടും ഒരു വിഭാഗം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കൊണ്ട് ഉപജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. എനിക്കതിന് യാതൊരു പരാതിയുമില്ല. നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ. പക്ഷേ ഞാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും, ചെയ്യുക തന്നെ ആണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ള നിയമത്തിൻ്റെ മുമ്പിൽ പോകുക, നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഞാൻ അതനുസരിച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഓക്കെ, ഇവിടെ എന്താ പറയുക, എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. അല്ലാതെ ഇവിടെ കിച്ചുവിന് വേറൊരു നിയമം, ഈ അഫാന് വേറൊരു നിയമം, ഗ്രീഷ്മയ്ക്ക് വേറൊരു നിയമം, മറ്റേ നഞ്ചൊക്കെ വെച്ചിട്ട് തലക്കടിച്ച മറ്റേ സംഭവമില്ലേ, അത് അമ്മാർക്കും വയസ്സ് കുറവാണ്, അവർക്ക് വേറൊരു നിയമം, അങ്ങനൊന്നും ഇല്ല. ഇവിടെ നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് എല്ലാവർക്കും ഒരേ ഒരു നിയമം തന്നെയാണ്. ഇവിടെ കിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പുറത്ത് വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ ന്യായീകരിക്കണം. കാരണം വീട്ടമ്മമാരാണല്ലോ, നിങ്ങൾക്കുണ്ടല്ലോ മക്കള്, നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ ഇതുപോലെ ന്യായീകരിക്കണം. ഞാൻ എന്താ പറയുക, കിച്ചുവിന് സംഭവിച്ച ചെറുപ്പകാലത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അന്ന് ഈ ഒരു വിഷയത്തിൽ ഇത്രമാത്രം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അവൻ ബിസിനസ് ചെയ്ത് അവൻ പോകുന്നുണ്ട്. പക്ഷേ അതല്ല അതിന്റെ കാര്യം. അതിന്റെ കൂടെ തന്നെ അവനെന്തോ ഒന്നും ചെയ്യാത്ത നല്ല പിള്ളയാണെന്നുള്ള ഒരു വരുത്തി തീർക്കലുണ്ടല്ലോ, അവനെ വിശുദ്ധനാക്കുന്നത്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാതെ ഞാൻ ആരുടെ ഒന്നും കാശ് മേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ നാളെ എനിക്കെതിരെ നിങ്ങൾ വീഡിയോ ചെയ്തോളൂ, എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ, എനിക്കെതിരെ കമന്റ് ഇട്ടോളൂ, നോ പ്രോബ്ലം. പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലേ പറ്റൂ, ഞാൻ പറയും. അതിപ്പോ എല്ലാ വിഷയത്തിലും പ്രതികരിക്കും എന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ രേണു ചെയ്ത തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരാളാണ്, അല്ലാതെ രേണുവിനെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ടില്ല.
പിന്നെ ഞാൻ പറഞ്ഞത് രോഗം വന്ന സമയത്ത് രേണു എന്നോട് എന്താ പറയുക, എനിക്കൊരു ഇത് തോന്നി, എന്താ പറയുക, എനിക്ക് അവരെ എന്താ പറയുക ഇനി ഇങ്ങോട്ട് വലിച്ചു കയറണമെന്നോ അല്ലെങ്കിൽ ഇനി ഇത്ര ഇത് കാണിക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾ തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിലും ഇതുപോലെ രോഗം ബാധിച്ച ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്കതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ രേണു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാനത് എടുത്ത് കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അല്ലാതെ രേണുവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് കിച്ചുവിനെ അടിച്ചതാക്കാനൊന്നുമല്ല. കിച്ചു ശരിയല്ല, കിച്ചുവിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതെന്തെന്നുള്ളത് വരും സമയത്ത് നിങ്ങൾ വീട്ടമ്മമാര് തന്നെ അവനെ അങ്ങ് ചേർത്ത് പിടിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളൂ. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ്. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.